சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க மேலே கை வைக்காதீங்க. நான் ஒன்று வீட்டில் இருப்பேன், இல்லை நான் ஆஃபீஸில் இருப்பேன். என்ன வேணாலும் செய்யுங்க. എന്റെ പൊന്നളിയ, ഈ മ്യൂസിക് ഞാൻ ഇട്ടാന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? അല്ല, ഇത് TVK വിജയുടെ ഒഫീഷ്യൽ പേജിനകത്ത് വിജയ് പോസ്റ്റ് ചെയ്തേക്കണ ഒരു പോസ്റ്റാണ്. അതായത് സാഡ് BGM ഒക്കെ ഇട്ടിട്ട് മൂവി സ്റ്റൈലിൽ. ഇത് ശരിക്കും എനിക്ക് സംസാരിക്കാനുള്ളതുണ്ടല്ലോ തമിഴ് മക്കളോടാണ്. ഡേയ് അറിവിറുക്കാണ് അവനൊക്കെല്ല. അവൻ നടിക്കണ്ട, നടിച്ചിട്ട് இருக்காம. மூவிஸ் ரியல் லைஃப் எல்லாம் மூவிஸ் மாதிரி இல்ல. அவன் ஓடிட்டா. ரியல் லைஃப்ல ஒரு பிரச்சனைன்னு வரும்போது அவன் ஓடிட்டா. இப்ப போயிருந்து மொபைல் எடுத்து வச்சு பேசிட்டு இருக்கான். நீங்க போய் அவனை நம்பிட்டு இருக்கீங்களா? டே, மூவில வந்து அங்க இருந்து குதிச்சு இங்க இருந்து குதிச்சு அடிக்கிறான். அப்படி ரியல் லைஃப்ல அவனால ஒண்ணுமே புடுங்க முடியாதடா. டே, அவனால இவ்வளவு உயிர் போச்சு. அவன் போய் ஆக்டிங் பண்ணிட்டு இருக்கான். யாரா இப்படி? അതായത് ആരെ ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കുന്നത്? നമ്മൾ നോർമലായിട്ട് സംസാരിക്കും. ഇപ്പൊ ഞാൻ പോലും ക്രിയേറ്റ് ചെയ്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ നോർമലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖല്ലേ, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നോർമൽ இப்படிதான் நம்ம பேசுவோம். ஆனா இவன் நீங்க நானே காப்பாத்துருவோம், நான் வந்துருவோம், அவனை ஒண்ணும் பண்ணாதீங்க, என்ன வேணா பண்ணுங்க പറയുമ്പോഴത്തേക്ക് ഇവനെ பண்ணാൻ പോവും ആൾക്കാർ. ഒന്നും பண்ணൂല. எல்லாமே உங்களுக்கு தாண்டா வரும். கொஞ்சம் கூட அறிவில்லையா உனக்கு? டேய், பாலிடிக்ஸ்ல சினிமா, அவன் ஆக்டர்னா என்ன? நடிகர்னா அவன் ஆக்ட் தான் பண்ணுவான். அவன் ரியல் கிடையாது, அவன் ஆக்டிங். இப்பவும் ஆக்டிங் தான் பண்ணிட்டு இருக்க. டேய், இவனை எல்லாம் எப்படிடா நம்புறீங்க? எனக்கு புரியல, சத்தியமா எனக்கு புரியலடா. எப்படி நம்புறீங்க இவனை? உட்காந்து என்ன வேணா பண்ணுங்க, അവനെ ഒന്നുമേ பண்ணாதீங்க. ഡേയ്, സത്യമായിട്ടും ഗൈസ്, എനിക്കുണ്ടല്ലോ ഇതൊക്കെ. ഞാൻ ഈ ന്യൂസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ നോർമലായിട്ട് വിട്ടതാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പ്രതികരിച്ച കാര്യമില്ല. അത് ഈ ഒരു പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ കാര്യം കഴിയുമ്പോൾ നാട്ടുകാരെ ചവിട്ടി കൂട്ടിയിട്ട് അവർ പോകും. അത് ഏത് പാർട്ടിയാണെങ്കിലും. ഞാൻ ഒരു പാർട്ടിന് മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇടപെട്ടില്ല. പക്ഷെ ഇത് എന്ത് കുന്തോടാ ഇത്? എന്ത് അഭിനയിക്കണ്ട, അത് വിശ്വസിക്കാനായിട്ട് ഇത് കണ്ടോണ്ട് കരയണ കുറെ ഉണ്ടാവും. അങ്ങനത്തൊലി